Land Cruiser, one and only king from the Toyota family. Actually, I cannot even express how thrilled I am in front of this machine. As far as in my knowledge, I can identify a Land Cruiser is where the road ends, Land Cruiser will begin the journey. In this video, I am not telling the specification or the other technical side of this king. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എവനെയും കൊണ്ടൊന്ന് പറക്കണം, അത്രേ ഉള്ളൂ. Moreover, I would like to say something, okay, not something, only one thing about this car, which he is producing the power with 5.7 liter engine. പിന്നെ അവൻ്റെ ലുക്ക്, എസ്പെഷ്യലി ദ സൈഡ് ആംഗിൾ ഓഫ് വിത്ത് 18-inch അലോയ്. പിന്നെ അവൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാലോ, ഐ തിങ്ക് ഹി ഈസ് മോർ ദാൻ 40 to 50 centimeter taller than me. പിന്നെ അവൻ്റെ ബൂട്ട് സൈഡിൽ വരുവാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന അറിയാമല്ലോ, 2 പാർട്ടായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അവൻ്റെ ബാക്ക് സൈഡ് ലുക്ക് ഒരു രക്ഷയില്ല, എങ്ക പാത്താലും ലുക്ക് അതാണ് വേറെ ലെവൽ സാധനം. പിന്നെ ഓവറോൾ ഡിസൈൻ പറയുവാണെങ്കിൽ എങ്ക പാത്താലും എന്നടാ പോയി പണി വെച്ചിരിക്കുക, എന്താ ഡിസൈൻ ഇത് യായി പണിയത്. പിന്നെ അടുത്ത് നെക്സ്റ്റ് ഇയർ കമ്മിങ് ടു ദ ലെഫ്റ്റ് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മതി തന്നെ. ഇവൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി, അതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. ബിൽഡ് ക്വാളിറ്റി, ആ ഡോറൊക്കെ ഉണ്ടല്ലോ, ഡോറൊക്കെ നമുക്ക് അതിൻ്റെ ഫീൽ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഹെവി ഫീൽ അറിയാം. ഞാൻ എൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് നോക്കിക്കോ. ഈ ഇൻറ്റീരിയർ കാണുമ്പോൾ പിന്നെ ബെൻസിൻ്റെയും BMW-ൻ്റെയും ലക്ഷറി ഫീലൊന്നും കിട്ടത്തില്ല, പക്ഷെ അതൊന്നും വേണ്ട ഇവൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചെറുക്കിന് ലക്ഷറിയും വേണ്ട, ഒരു കോപ്പും വേണ്ട. അവൻ്റെ എൻജിൻ പവറും ലുക്കും പിന്നെ ആ പേരുണ്ടല്ലോ ലാൻഡ് ക്രൂയിസർ, ആ ഒരു സാധനം മാത്രം മതി. ഇനി എന്തായാലും എനിക്ക് അവനെ ഒന്ന് ഓടിച്ചു നോക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം എന്തൊക്കെയാണ്. എന്നാലും ടൊയോട്ട കുറച്ചുകൂടെയൊക്കെ വില കുറച്ചിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരെണ്ണം വാങ്ങിക്കാമായിരുന്നു. പറ്റില്ല അല്ലേ, അറിയാം, എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ കണ്ടില്ലേ അവൻ്റെ ഹൈറ്റ്, അതുകൊണ്ട് യു ഗൈസ് കനോട്ട് എൻ്റർ ഡയറക്ട്ലി ടു ദ ഗ്രൗണ്ട്. ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ ഫുഡ് സ്റ്റെപ്പ് ബിക്കോസ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഈസ് ടു മച്ച്. ഇനി എന്തായാലും നമുക്ക് അവനൊന്ന് ഓടിച്ചു നോക്കാം. പിന്നെ മൈലേജിൻ്റെ കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ, അതൊരു 3, 4, 5 മാക്സിമം 5 അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ അറിയാമല്ലോ 4 ലിറ്റർ അല്ലെങ്കിൽ 5.7 ലിറ്ററാണ് ഇവൻ്റെ എൻജിൻ സൈസ്. അപ്പോൾ പിന്നെ ഇത് ഈ മൈലേജൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, അത് തന്നെ കൂടുതലായിരിക്കും അല്ലേ. അവൻ്റെ പവർ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ധാരാളം അല്ലേ. അപ്പോൾ എന്നാൽ ഗെയ്സ് കം ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്. അവനെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം, എന്നിട്ട് പറയാൻ ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ഒരു ആനപ്പുറത്തിരുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാണുന്നില്ലേ നിങ്ങൾ? അന്യായ ഫീൽ, അന്യായ കമൻറ്റിങ് പൊസിഷൻ, അന്യായ ഓടിക്കാനുള്ള സ്മൂത്ത്നെസ്സും ആ ഒരു സുഖമൊന്നും പറയണ്ട കേട്ടോ, ഒരു രക്ഷയില്ല. യു ഗൈസ് വിൽ നെവർ ഫീൽ ലൈക്ക് യു ആർ ഡ്രൈവിങ് എ 5.7 ലിറ്റർ എൻജിൻ ഓർ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദിസ് മച്ച് ബിഗ് കാറൊന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. അമ്മാതിരി സുഖമാണ് വണ്ടി ഓടിക്കാൻ. പിന്നെ ഇവനെ കൊണ്ടിങ്ങനെ പോകുമ്പോൾ 10 പേര് നോക്കും. എന്തെന്ന് വെച്ചാൽ രാജാവല്ലേ വരുന്നത്, രാജാവ് വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വഴിമാറി തരണ്ടേ. എനിക്കറിയാൻ മേലെ എന്തൊക്കെയാണ് അവനെക്കുറിച്ച് പറയേണ്ടത്. എന്തെന്ന് വെച്ചാൽ ഐ കനോട്ട് ഗെറ്റിംഗ് വേർഡ്സ് ബിക്കോസ് ദ എക്സൈറ്റ്മെൻറ്റ്. അതുകൊണ്ട് എനിക്കൊന്നും ഒരു വാക്കുകളും കിട്ടുന്നില്ല അവനെക്കുറിച്ച് പറയാൻ വേണ്ടി. അതുമാത്രമല്ല, പിന്നെ ചെറുക്കനെ മാച്ചുകൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അറിയാമല്ലോ. എന്തെന്ന് വെച്ചാൽ എക്സ്പെൻസ് ആണ് അവനെ കൊണ്ട് നടക്കാൻ. എടുക്കാൻ എങ്ങനെയായാലും നല്ല റേറ്റ് ഉണ്ട്. ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ വണ്ടിക്ക് 2.5 CR മേളിലാണ് ഈ വണ്ടിയുടെ വില. അതേസമയത്ത് GCCയിലൊക്കെ കുറവാണ്, പക്ഷെ നമുക്ക് അവനെ കുറച്ച് എക്സ്പെൻസ് ആണ്. മൈലേജ് ഇല്ല. പിന്നെ ഈ ഒരു വിലയ്ക്ക് തന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ ഡബിൾ സ്പെസിഫിക്കേഷനും ലക്ഷറി സാധനങ്ങൾ കിട്ടും. പക്ഷെ അവനെ കിട്ടത്തില്ല, അത് വേറെ കാര്യം. അവനെടുത്ത് അവന്മാരൊന്നും വരത്തുമില്ല, അത് വേറെ കാര്യം. പിന്നെ അവൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു അസറ്റാണ്. നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞ് കൊടുത്താലും ചിലപ്പോൾ ഈ എടുക്കുന്നതിനേക്കാളും ഒരു 1 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ, അത് വേറെ കാര്യം. എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇതൊന്ന് ഓടിച്ചു നോക്കണം, റെൻറ്റിന് എടുത്തിട്ടായാലും ശരി.
ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല യൂ ടേൺ ഒക്കെ എടുത്തപ്പോഴുള്ള ഇവൻ്റെ ഒരു സ്റ്റെബിലിറ്റി അതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അത് നമ്മുടെ ഈ മറ്റേ സിനിമയിൽ പുള്ളി പറയത്തില്ലേ അതുപോലെ ഇതുപോലെ. നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ? അയ്യോ രോമാഞ്ചം വരുന്നേ. പറയുന്ന പോലെ എത്ര പറപ്പിച്ചാലും കുലുങ്ങത്തില്ല. അതൊക്കെ അളിയൻ്റെ കാര്യത്തിൽ കറക്റ്റാണ് കേട്ടോ. 100% കറക്റ്റ് കാര്യമാണ്. എത്ര പറപ്പിച്ചാലും കുലുങ്ങത്തില്ല അവൻ. അതാണ് ലാൻഡ് ക്രൂയിസർ. പിന്നെ അവൻ്റെ ഒരു ഡ്യൂറബിലിറ്റി അത് എടുത്ത് പറയേണ്ട വേറൊരു കാര്യം. നിങ്ങൾക്ക് അവനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. വല്ല മലയിലോ കാട്ടിലോ പുഴയിലോ കടലിലോ എവിടെ വേണമെങ്കിലും. പിന്നെ എൻ്റെ തമ്പലയിൽ കണ്ട പോലെ ഇവന് റോഡിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റിയാൽ മതി ഗ്രൗണ്ട്, അത്രേ ഉള്ളൂ. ഇവന് അസ്ഫാൾട്ടോ കോൺക്രീറ്റോ ഒന്നും വേണ്ട. ഇവൻ എവിടെ വേണമെങ്കിലും പോവും. തള്ളുന്നതല്ല കേട്ടോ, ഞാൻ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് പണ്ടേ ലാൻഡ് ക്രൂയിസർ ഒരു വികാരമായി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പറഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും, നടക്കുമായിരിക്കും അല്ലേ. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ലാൻഡ് ക്രൂയിസർ എല്ലാവർക്കും അറിയാമല്ലോ. ഇവൻ്റെ ആ ഡ്യൂറബിലിറ്റി, റീസെയിൽ വാല്യൂ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഒരു അസറ്റാണ് കേട്ടോ. നിങ്ങൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗോൾഡ് വാങ്ങിക്കുന്ന പോലെ അതിനേക്കാളും ലാഭമാണ് ലാൻഡ് ക്രൂയിസർ. പിന്നെ അതുമാത്രമല്ല വേറെ എന്താ, പിന്നെ അവൻ്റെ എൻജിൻ പവർ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ലുക്ക് എല്ലാം കൊണ്ടും ഒരു കിങ് ആണവൻ. പക്ഷെ എനിക്ക് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അവൻ്റെ പേര്, ലാൻഡ് ക്രൂയിസർ. എൻ്റെ പൊന്നളിയാ, ഹാറ്റ്സ് ഓഫ് മാൻ ഹു ഗേവ് ദ നെയിം ടു ദിസ് ഗായ്. എനിക്ക് അത്രേ പറയുള്ളൂ. അളിയൻ ഈ പേരിട്ടവനെ കണ്ടിരുന്നെങ്കിൽ ഒരു രക്ഷയില്ല, ലാൻഡ് ക്രൂയിസർ. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ஓகே பாய். ரொம்ப தூரம் போயிட்டேன். ஃபுல்லாக முடிச்சுட்டு தான் திரும்பி வர முடியும்.